+1 കെമിസ്ട്രിയുടെ ഫുള്ള് ചാപ്റ്റേഴ്സ് 35 മണിക്കൂർ മാത്രം കൊണ്ട് ഞാൻ എങ്ങനെ പഠിച്ചു, എവിടുന്ന് പഠിച്ചു, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫുൾ എക്സാക്റ്റ് പ്രോസസ്സ്, പിന്നെ ഞാൻ ചീറ്റിങ് ചെയ്തില്ല എന്നുള്ള പ്രൂഫ്, ഇതെല്ലാം നാളെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരും. പക്ഷേ ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് നിങ്ങൾ ലൈഫ് ചേഞ്ച് ചെയ്യും. അത് എഴുതിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഉപകാരം. കുറേ സാധനം ഞാൻ മറന്നുപോയി. അങ്ങനെ മറന്നു പോയിട്ടും പിന്നെ നിങ്ങൾ തന്നെ വാവളിക്കുന്ന പോലെ എങ്ങനെ ഗ്രേഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെ എഴുതി അയ്യോ ഇത്രയും ഗ്രേഡ് വന്നു ഞാൻ വാവളിക്കും റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതുപോലെ നിനക്ക് എങ്ങനെ ഉണ്ടാക്കാം. മറന്നു പോയാലും ഏറ്റവും എല്ലാവരും വാവളിക്കുന്ന പോലത്തെ ഗ്രേഡ് എങ്ങനെ സെറ്റാക്കാം അത് ഇതിൽ നിന്ന് മനസ്സിലാവും. ഇതിന് 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇൻ ദ റിയാക്ഷൻ 2A 4B = 3D 3C4D. 5 മോൾ A റിയാക്ട് വിത്ത് 6 മോൾ B. 5 മോൾ A 6 മോൾ B. അപ്പം 5 മോൾ എന്ന് പറഞ്ഞാൽ 2 ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ A ആയിരിക്കും. ഒന്നാമത്തെ ലിമിറ്റിംഗ് റീജിയൻ എന്ന് പറഞ്ഞാൽ A ആയിരിക്കും. 2 അറിയാമോ നോക്കട്ടെ. എലമെൻറ്റ് വിൽ ഗെയിൻ 1 ഇലക്ട്രോൺ മോർ റെഡിലി. 1 ഇലക്ട്രോൺ സോഡിയം, ഓക്സിജൻ, ക്ലോറിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്ലോറിൻ വലുതാണെന്ന് അത് മാത്രമേ ഓർക്കുന്നുണ്ട്. ക്ലോറിൻ വലുതാണെന്ന് മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ മൂന്നാമത്തെ അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് 1, സോഡിയം ക്ലോറൈഡ് ഫോംഡ് ബൈ ആക്ഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഓൺ സോഡിയം മെറ്റൽ. ക്ലോറിൻ ഗ്യാസും is stable compound. This is because sodium and chlorine ions acquire octet in chloride formation. ഈ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു എപ്പോൾ ഉണ്ടാകുന്നു? ക്ലോറിൻ ഗ്യാസ് Cl ഗ്യാസാണ്. ക്ലോറിൻ മെറ്റൽ സ്റ്റേബിൾ കോമ്പൗണ്ട്. അത് സ്റ്റേബിളാണ്. ഞാൻ എവിടെയോ വായിച്ചായിരുന്നു. സ്റ്റേബിളാണ് എവിടെയാണ് വായിച്ചത്? NaCl സ്റ്റേബിളാണ്. പിന്നെ വേറൊരെണ്ണം സ്റ്റേബിൾ അല്ലെന്ന് ഞാൻ വായിച്ചായിരുന്നു. അതെവിടെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സ്റ്റേബിളാണ്. ബിക്കോസ് സോഡിയം ഒക്റ്ററ്റ് അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒന്നാമത്തെ ശരി, രണ്ടാമത്തെ തെറ്റ്. ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 1 is true but 2 is false. അപ്പം മൂന്നാമത്തെ സി ആണെന്ന് തോന്നുന്നു. കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ അതാണോ അഞ്ചാമത്തെയാണോ? നല്ല മനിപ്പായിക്കൊണ്ട് പ്രസൻറ്റ് ഇന്ന് ഫോളോയിങ് ഫോർമുല എന്ന് പറയാം. 1 2 3 4 5 6 7 ഏതായാലും ഉറപ്പില്ല എനിക്ക്. അപ്പം ട്രിപ്പിൾ ബോണ്ട് അടിക്കാത്ത ബാക്കിയെല്ലാം എണ്ണിയാണ് എടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 5ൻ്റെ 7 ട്രിപ്പിൾ. കാരണം ട്രിപ്പിൾ ബോണ്ടൊക്കെ മറ്റേ ഇതല്ലേ, ഏതാ പൈ അല്ലേ, ഇത് സിഗ്മ അല്ലേ. 8 ക്വസ്റ്റ്യൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ explained with one example. എനിക്ക് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അറിയാം, പക്ഷേ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനോ അത് ഓർമ്മയുണ്ടോ എനിക്കറിയത്തില്ല. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ വേറുണ്ടോ നോക്കാം, നമുക്കറിയാവുന്നേ.
define wavelength and find out wavelength of electromagnetic wave. Draw the boundary surface diagram. Boundary surface diagram ഇരുന്നെഴുതാം. Boundary surface diagram. Boundary surface diagram of boundary surface എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരുമിക്കുന്നതായിരിക്കുമോ? എട്ടാമത്തെ ബൗണ്ടറി സർഫേസ് എന്ന് പറഞ്ഞാൽ പി ഓർബിറ്റിൽ എങ്ങനെയായിരുന്നു? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനല്ലേ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതായിരിക്കണം. പിന്നെ 11 ബഫർ സൊല്യൂഷൻ. ബഫർ സൊല്യൂഷൻസ് are solutions which resist change in pH by small degree. 2 മാർക്കിൻ്റെ അല്ലേ? ബൈ സ്മോൾ ഡിഗ്രി. അപ്പം ഇതിൽ എന്താണ് ആസിഡ് ബഫർ ഉണ്ട്, ആസിഡ് ബഫർ ആൻഡ് മറ്റേ ബേസും ഉണ്ട്. ഇതിൽ അത്രയും ആസിഡ് 2 മാർക്കല്ലേ? എക്സാമ്പിൾ ചോര, ബ്ലഡ് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ. 26 ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. BR HBr. കുറഞ്ഞ നമ്പർ CCl4. അതറിഞ്ഞൂടാ. അടുത്തത് മുമ്പുള്ളതെല്ലാം ചെയ്യേണ്ടി വരും തോന്നേ, ഒന്നും അറിയില്ല. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എഴുതാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് law of multiple proportion. ഇത് ഒന്നാമത്തേതാണോ അതോ രണ്ടാമത്തെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത്തെ ജോൺ ഡാൾട്ടൻ്റേതല്ലോ, രണ്ടാമത്തേതാണ് മൾട്ടിപ്രൊപ്പോർഷനായിട്ട് വന്നത്. എഴുതിയെന്ന് പറഞ്ഞാൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ് ദാറ്റ് റിഗാർഡ്ലെസ് ഓഫ് ദ പ്ലേസ് ഓഫ് അക്വയർമെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് they will be in same ratio. Example H2O ൻ്റെ ഇതെങ്ങനെയായിരുന്നടാ, മറന്നും പോയല്ലോ. H2
2H2O വരും. അപ്പം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2H + O2 ഇതായിരിക്കണം. അടുത്തത് ഡിഫൈൻ വേവ് ലെങ്ത്, ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് ഓവർ ട്രാൻസ്മിഷൻ. വേവ് ലെങ്ത് ക്രസ്റ്റും ട്രോവും. വേവ് ലെങ്ത് ഈസ് ലെങ്ത് ബിറ്റ്വീൻ ഓഫ് എ വേവ്. ഇത് ഹൊറിസോണ്ടലല്ലേ, വെർട്ടിക്കൽ പോലെ ഇങ്ങനെ ഹൊറിസോണ്ടലി അത്ര എഴുതിയാൽ മതി. വെർട്ടിക്കൽ എന്ന് പറഞ്ഞല്ലേ ഹൊറിസോണ്ടലി. വേവ് ലെങ്ത്, ഇതിൻ്റെ വേവ് ലെങ്ത് ഇപ്പം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇത് തന്നെ ആയിരിക്കും വേവ് ലെങ്ത്. അങ്ങനെ എളുപ്പത്തിൽ വരാൻ വഴിയില്ലല്ലോ. വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു 2.16 പൈക്കോമീറ്റർ. മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ⁻9 ആണോ 19 ആണോ ഓർമ്മയില്ല, അത് വേണ്ട. അടുത്തത് വേണേൽ ചെയ്യാം. അടുത്തത് 9 വേണ്ടി നമ്മൾ ദൈവമേ ഇപ്പോൾ എത്ര എണ്ണം ആയതിൽ 1 എഴുതി. എൻ്റെ പോലെ 8ാമത്തെ ഇത്ര ഉള്ളൂ. ഡ്രോ ദ ബൗണ്ടറി സർഫസ് ഡയഗ്രം ഓഫ് എസ് ആൻഡ് പി ഓർബിറ്റൽസ്. ആർക്കറിയാം. 9 ലാസ്റ്റ് ചെയ്യാം. സമയമില്ല, തീർന്നു പോയല്ലോ. ഐഡൻറ്റിഫൈ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ ഉണ്ട്. അത് ഫോളോയിങ്. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വഴി ഡിപ്പെൻഡ് ചെയ്യും. ഹീറ്റ് വഴി ഡിപ്പെൻഡ് ചെയ്യത്തില്ല. 10ാമത്തെ ക്വസ്റ്റ്യനാണിത്. ഹീറ്റ് വഴി ഡിപ്പെൻഡ് ചെയ്യത്തില്ല. പിന്നെ വർക്കും വഴി ഡിപ്പെൻഡ് ചെയ്യത്തില്ലെന്ന. വർക്കാണോ ഫ്രീ എനർജിയാണോ? എന്താൽപ്പി വർക്ക് പാത്തിന് ഡിപ്പെൻഡ് ചെയ്യുമോ? അറിഞ്ഞൂടല്ലോ. ഫ്രീ എനർജി എഴുതാം. ഇത് രണ്ടും പാത്ത് ഫംഗ്ഷൻ, ബാക്കി രണ്ടും മറ്റേത്. ഓക്കെ, പിന്നെ ഏതാടാ? ഇൻക്രീസിംഗ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ. എന്നയുടെ ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ കണ്ട് ഏത് ചെയ്യണം? ഇപ്പോൾ എത്ര എണ്ണമായി? 1 2 3 അല്ലല്ല 1 2 3 4 5 ചെയ്ത്. ഇനി 3 ചെയ്താൽ മതി.
ഇതെന്തായാലും ഞാൻ ചെയ്യത്തില്ല. മൂന്നെണ്ണം. നമ്മൾ അടുത്തതായിട്ട് മറ്റേത് എഴുതാൻ പോവാ. ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ, പിന്നെ അത് കഴിഞ്ഞ് ഏതാടാ? ഓ മൈ ഗോഡ്, MG ആണോ? മാഗി എന്നായിരുന്നു? മാഗി, ഓൾവേസ് സിങ്സ്, പെർഫെക്റ്റ് സോങ്, മറന്നു പോയി. ChatGPTയുടെ പെർഫെക്റ്റ് സോങ്, ക്ലാപ്പിംഗ് എറൗണ്ട്, കൈൻഡ്, ഒക്കെ എന്നതാണോ? പൊട്ടിൽ, കസിൻസ് ആണോ കിഡ്സ് ആണോ എന്തോ. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പം സാർ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സി ആദ്യം കണ്ടുപിടിച്ചാൽ പകുതി പണി തീർന്നു. CH4 കണ്ടുപിടിക്കേണ്ടത്. ഇത് 1s1, 1s2, 2s2, 1s2, 2s1, 2s2 അല്ലേ? 1s2, 2s2, 1s2, 2s2, 1s2, 2s2, 2p1, 2p2, 2p3, 2p4, 2p5, 2p6, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഓക്സിജൻ ശരിയാണ് നോക്കാവേ. 1s2, 2s2, 2p, 2 4, 4 4 8, 2 6 കറക്റ്റാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഇപ്പം നമുക്ക് കിട്ടി കാർബണിൻ്റെ 2 4 2 4 6 2 4 6 4 6 2 2 2 2 2 2 2. ഇതാണ് കാർബണിൻ്റെ. എന്തായിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? 2 2 ഇത് ഇവിടെ 2 പിന്നെ ഇത് പി അല്ലേ? ഓക്കെ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇനി ഇത് എക്സൈറ്റ് ആവും എന്ന് പറ്റും. എക്സൈറ്റ് ആകുമ്പം ഇങ്ങനെ പോവും, കുച്ചുക്കു. ഇവിടെ ഉള്ളത് ഇങ്ങനെ വന്നോ. ഇനി എന്നാ ചെയ്യും? ഇത് കയറും, ഹൈഡ്രജൻ കയറും. 1 2 3 4 sp3 ആണ് CH4 sp3. ഓക്കെ, 1 CH4 എന്ന് പറഞ്ഞാൽ sp3, രണ്ടാമത്തേത് PCl5. എൻ്റെ പൊന്നടാ, പി ഒക്കെ എവിടെ കിടക്കുന്നത്? sp3d ആന്ന് തോന്നുന്നു. അടിച്ചെഴുതാം, അതിപ്പോൾ എന്നായിരുന്നു? PCl5 sp3d. അടുത്ത് 3 BeF2. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ 1s2 2s2 രണ്ടും SN ആണ്. ഇത് തന്നെയാണ് ഇത്. അപ്പം എക്സൈറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ? അതോ ഇനി ഒരെണ്ണം വരുമോ?
ഇട്ട് നോക്കാം. വെറും എസ് മാത്രമായിട്ടുള്ള ഇല്ലല്ലോ. ഒരെണ്ണം ഇങ്ങോട്ട് ചാടും, ഒരെണ്ണം ഇങ്ങോട്ടും ചാടും. ഇല്ല, ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പം രണ്ടെണ്ണം ഉണ്ട്. ഒരെണ്ണം ഇങ്ങോട്ട് ചാടും. പിന്നെ ഉള്ളത് ഫ്ലൂറിൻ. രണ്ടെണ്ണം, 1 2. എസ് പി, വെറും എസ് പി. SF6 സൾഫർ. സൾഫറൊക്കെ അങ്ങ് താഴെയാ. sp3d2 കഴിഞ്ഞ കോളം കഴിഞ്ഞ് നമ്മുടെ. ഇപ്പോൾ എത്ര ക്വസ്റ്റ്യനാടാ? 1 2 3 4 5 6 ക്വസ്റ്റ്യനായി. ഇത് തന്നെ ക്വസ്റ്റ്യനായിരുന്നു 9. ഇനി 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്താൽ മതി. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇൻക്രീസിങ് ഓർഡർ. Cl ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, എനിക്കറിയാം. 12 കണ്ടോണം, ഇപ്പം കണ്ടോണം. ഒറ്റയ്ക്കാണ് നിൽക്കുമ്പോൾ 0. അപ്പോൾ Cl2 ആദ്യം വരും. ഓക്കെ, അത് കഴിഞ്ഞ് ClO2. ClO2 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ O എന്ന് പറഞ്ഞാൽ -2 ആണല്ലോ. -2 × x പ്ലസ് -2 × 2 -4 -4 ആണ്. അപ്പം -4 ഇപ്പുറത്ത് 1 4 x = 4. ഇവിടെ x = 4 എന്ന് വന്നു. ഇനി K ഏതായിരുന്നടാ? സോഡിയത്തിൻ്റെ ഒക്കെ കൂടെ -2 ഏതിനായി? ഏത് പീരീഡിനായിരുന്നു? ഒന്നാമത്തെ ആണോ രണ്ടാമത്തെ? സോഡിയത്തിലേക്കാണ് -1. ഏതെങ്കിലും ഇട്ട് ചെയ്ത് നോക്കാം. -1 ഇട്ട് ചെയ്യാം. ഇപ്പം -1 പ്ലസ് x പ്ലസ് O2 നമുക്ക് കിട്ടിയല്ലോ, -4. ഇത് രണ്ടും കൂടെ കൂട്ടി -5 ആവും. x = 5. ഇനി അല്ല, ഇത് 2 ആണെങ്കിൽ 6 അല്ല, റെഡിയാണല്ലോ. ഇനി ഇതേതിൻ്റെ KCl. ഇനി എന്നെയും അതേപോലെ തന്നെ. ഇത് രണ്ടും ഒരേ ഗ്രൂപ്പാണ്. ഇത് കുറവാണ്, അപ്പോൾ ഇതെന്തായാലും കൂടുതലാണ്. ഇത് 2 ഇല്ല, ഇത് 1 ഉള്ളൂ. അപ്പം ഇതെന്തായാലും ഇതിനെക്കാട്ടും കുറവാണ്. അപ്പം KCl02ൻ്റെ പുറകിൽ തന്നെ വരും നമ്മൾ മുമ്പ് ചെയ്ത് ClO2. ഇനി ഇത് ചെറുതാണല്ലോ, അപ്പം അല്ലല്ലോ, കോപ്പ് 4. Cl2 ClO2. മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. ആദ്യം ഇത് അത് വെട്ടിപ്പോയി. ഇനി ClO2 4. ClO2 4 കിട്ടി. ഇതാറ് കിട്ടി? ഇതിനെക്കാളും ചെറുതാണ് 5. ഒന്ന് ചെയ്ത് നോക്കാം. ഇത് Na124 പ്ലസ് Cl എന്ന് പറഞ്ഞാൽ Cl x -2 -3 3 അല്ലെ 4 വരും. 3 അല്ലെ 4, 3 ആണോ 4 ആണോ ഇത്? അപ്പോൾ ഇതാണ്. ഇത് കഴിഞ്ഞ് വരുന്നത്
ClO NaClO കഴിഞ്ഞ് 5 ClO2 പിന്നെ അത് കഴിഞ്ഞ് K ഉള്ളത്. ഓക്കെ, ഇപ്പം എത്ര ക്വസ്റ്റ്യൻ? 1 2 3 4 5 6 7 ഒരെണ്ണം കൂടെയാണ്. 13. IUPAC name of following compounds and identify a type of isomerism. Isomerism shown by them. ഇതാണോ നല്ലത്? അടുത്ത പേജിൽ ഏതാ ഉള്ളത്? ഓ, അത് തീരെ പറ്റത്തില്ല എന്നെ കൊണ്ട്. അതിലും എഴുതി തീരുന്ന 13. 13ൻ്റെ IUPAC നെയും ഐസോമെറിസവും കാണിക്കണം. ഇത് ഫങ്ഷണൽ ഐസോമെറിസം ആണോ? പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൊസിഷൻ ഗ്രൂപ്പ് ചേഞ്ച് ആക്കുന്നത്. ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ചേഞ്ച് ആകുന്നത്. അതായത് ഫങ്ഷണൽ ഐസോമെറിസം ആയിരിക്കണം. ഫങ്ഷണൽ ഐസോമെറിസം. പിന്നെ IUPAC നെയിം shown by both of them. Okay, അല്ലേ? IUPAC നെയിം CH3 CO CH3 IUPAC നെയിം. അപ്പം ഇതെങ്ങനെ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. പക്ഷെ CHO എന്ന് പറഞ്ഞാൽ കീറ്റോൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മെത്ത് പ്രോപ്പ് രണ്ടാമത്തെ പ്രോപ്പ് 1 ഓൺ. ഈ വേണോ നടത്തില്ല. മെത്തത്തെ പ്രോപ്പ് 1 ഇപ്പുറത്തെ നമ്പർ 2 1. ഒന്നാമത്തേത് സഫിക്സ് ആണ്, ലാസ്റ്റ് വന്നു ഓൺ. സഫിക്സും പ്രിഫിക്സ് ഏതോ ഒന്നാമത്തേന് എനിക്കറിഞ്ഞൂടാ. അതിൻ്റെ ചെയിൻ വരച്ച് വെച്ചിട്ടുണ്ട്. 8 എണ്ണം തീർന്നു. ഇനി 4 ക്വസ്റ്റ്യൻ ചെയ്യണം. റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ് velocity molecular show that into a triple bond. അയ്യോ താൽപ്പി ഡയഗ്രാം ബോണി അട്ടി 29 എക്സാമിനർ പഠിപ്പിച്ച 1 ഹെസ്സസ് ലോ എന്ന് പറഞ്ഞാൽ എത്ര മാർക്ക്? ഇതിന് ഒറ്റ മാർക്കേ ഉള്ളൂ. ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ state that H is same if the reaction takes place in 2 steps or more steps.
എന്നിട്ടങ്ങനെ തെറ്റിപ്പോയാൽ നമുക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇതും കൂടെ ഒരു ചോക്കാം. ABCD. ഇതിനെന്തായാലും ഫുൾ മാർക്ക് കിട്ടും. ഈ ക്വസ്റ്റ്യന് H1 ഇടുന്നു, H2, H3. ചേഞ്ച് ഇൻ ഹീറ്റ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരെണ്ണം കഴിഞ്ഞു. ഇനി ഏതാണുള്ളത്? അപ്പോൾ ഇനി ഉള്ളത് 27. മോളിക്കല 28 എനിക്ക് ഒട്ടും വരത്തില്ല. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. എന്തെങ്കിലും എഴുതി നോക്കാം നമുക്ക്. ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിൻസിപ്പൽ. H/4π. അത് 2π ആണോ? 4π ആണെന്ന് തോന്നുന്നു. It can never occur in such precision that exactly values like displacement and momentum of particles can be calculated. പിന്നെ ഇതിനെന്താ പറയുന്നത്? ചേഞ്ചിന് എന്തോ ഒരെണ്ണം പറയുമായിരുന്നു. അൺസർട്ടനിറ്റി അല്ല, കണ്ടിജൻസി അല്ല, എന്തോ ഒരെണ്ണം. 1 മാർക്കാന്ന് തോന്നുന്നതിന്. 1 മാർക്കാ അല്ല, 2 മാർക്കാ. കുഴപ്പമില്ല, ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, 2 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്താൻ വേണ്ടി മെയിൻ കാര്യം ചെയ്യുന്നു. ഇലക്ട്രോണിക്സ് വിത്തിൻ ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റൻസ്. എനിക്ക് ഒറ്റ കാര്യം മാത്രം ഓർമ്മയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 10⁻⁻10 മീറ്ററാണ്. ഇനി ബാക്കി കൊടുത്തേക്കുന്നത് വാട്ട് ഈസ് ദ അൺസർട്ടനിറ്റി ഇൻവോൾവ് ഇൻ മെഷറിങ് ഇറ്റ്സ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ mv അല്ലേ? എന്തെങ്കിലും എഴുതാം. കോൺസ്റ്റൻ്റ് ഇട്ടാലേ ഇത് ഈക്വൽ ടു മാറ്റാൻ പറ്റത്തുള്ളൂ. ഏതോ ഇത് രണ്ടും അപ്പുറത്തോട്ട് പോവും. Δm is equal to H/4π. ഇതിവിടെ ഉണ്ട്, ഇത് രണ്ടും ഡിവൈഡഡ് ബൈ Δm. ഇവിടെ വി ആണ് കാണേണ്ടത്. ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാം എഴുതി കൊടുക്കുന്ന എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ്. എന്നതാണോ ഇത്? എന്തോ ഒരു സാധനം. എമ്മിൻ്റെ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? പി എന്ന് പറഞ്ഞ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു
മാസിൻ്റെ വെലോസിറ്റി, മാസ്, ഇത് മാസ് എന്ന് എഴുതുക, ഇത് വെലോസിറ്റി എന്ന് എഴുതുക. എന്നിട്ട് ഇത് എച്ചിൻ്റെ നമ്പർ എനിക്ക് കാണാൻ അറിയാൻ തോന്നുന്നു. H ഈസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് 6.626 ഇൻറ്റു 10⁻⁻36 അത് എഴുതുന്നു. പിന്നെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടി ഇവിടെ വന്നിട്ട് 4π ഈസ് ഈക്വൽ ടു 4 × 3.14 ചെയ്തിട്ട് കാൽക്കുലേറ്റർ കൊണ്ട് ചെയ്ത് വെക്കുന്നു. അത് ഇതില്ലേ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റാണോ എന്ന് തോന്നുന്നു, ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, മാസ് ഓഫ് ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, മാസ് ഓഫ് ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്. എന്തോ ഒന്ന് ചെയ്യാനാണ്. മാസ് ഓഫ് ഇലക്ട്രോൺ എല്ലാം വരുന്നതാ. ഓക്കെ, ഇത് തന്നെയാണ് ഈ തോന്നുന്നത്. ഇതിലോട്ട് എക്സിലോട്ട് ഇതിടുന്നു, ഇത് മീറ്ററിലാണ്, അതുകൊണ്ട് ഇതിടുന്നു ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട്, ഇടുന്നു. എന്നിട്ട് ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ചെയ്താൽ മതി. H എന്ന് പറഞ്ഞ് ഇത് ഇങ്ങോട്ട് ഇടുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4π എന്ന് പറയാൻ കണ്ടുപിടിച്ചുകൊണ്ട് അത് ചെയ്യുന്നു. ഇത് നമുക്കറിയാം, X നമുക്കറിയാം, ഇതാണ് കിട്ടിയില്ലേ. ഇനി M എന്ന് പറയാം മാസ് ഓഫ് ഇലക്ട്രോൺ, അത് ചെയ്യുന്നു, കിട്ടി. വെലോസിറ്റി കിട്ടി, വെലോസിറ്റിയുടെ മറ്റേത് കിട്ടി. ഏതാ അത് പറയുന്നുണ്ടല്ലോ, അൺസർട്ടൻറ്റി. അത് ഇവിടെ കൊണ്ട് നോക്കാം. കാൽക്കുലേറ്റഡ് in the work such a person that is available is the momentum can be calculated. Exactly. പിന്നെ uncertainty will occur. Uncertainty will occur. അങ്ങനെ എഴുതാം. 1 2 ഇനി 2% കൂടി എഴുതണം. ഓക്കെ, അയ്യോ 30. What is meant by heterogeneous equilibrium? ഹോമോജീനിയസ് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ, ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ. അപ്പം എന്തോ ഒരേപോലെ ആണെന്ന് ഞാൻ ഓർത്തത്, എലമെൻസിൻ്റെ സ്റ്റേറ്റ്. അപ്പം ഹെട്രോജീനിയസ് ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ, heterogeneous equilibrium means the state of products reactants are not same. ഗ്യാസ് ലിക്വിഡ് പിന്നെ സോളിഡ് ഇത്തരം കാര്യമാണ് ഉള്ളത്. എക്സാമ്പിൾ എനിക്ക് എന്നോട് തട്ടി എഴുതണം. NaCl Na + Cl = NaCl. ഇതിൻ്റെ ബാലൻസ് ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ല. Cl2 2 Cl ഉണ്ട്, ഇവിടെ ഒരു Cl ഉള്ളൂ. അപ്പോൾ 2 NaCl 2 Na വന്നു, ഇവിടെ ഇങ്ങനെ ഇട്ടു. ഇത് ഏതാണ്? സോളിഡാണ്, ഗ്യാസാണ്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തേത് value of Kc for the reaction 2a is given at the time that composite no reaction mixture is the reaction goes in predict in which direction will the reaction proceed. തെണ്ടി പോയാളിയ റിയാക്ഷൻ കോഷ്യൻ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. റിയാക്ഷൻ കോഷ്യൻ്റെ ഫോർമുല എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഇത് Kc ആയിട്ട് എന്തോ ബന്ധമുള്ളതെന്ന് എനിക്കറിയാം.
Kc വലുതാണെങ്കിൽ ഇത് ഫോർവേഡാണ്, ഫോർവേഡ് റിയാക്ഷനാണ്. അപ്പം നമുക്ക് Kc ഫോർ ദ റിയാക്ഷൻ ഈസ് 2a അങ്ങോട്ട് പോകുന്നു. അപ്പം b plus c at given time the composition of reaction mixture is a equal to b equal to c equal to b equal to c. Value of the reaction at given time. Calculate the reaction quotient and predict in which direction. എടാ എനിക്ക് തോന്നുന്നു ഇത് ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട്. ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ ഇത് കൂടുതലാണേലോ കുറവാണേലോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ റിയാക്ഷൻ മുന്നോട്ട് പുറകോട്ട് പോകുമെന്ന്. ഈ കോഷ്യൻ്റ് ഏതാണ്? റിയാക്ഷൻ കോഷ്യൻ്റ് കുറവാണെങ്കിൽ, ഞാനത് എഴുതി വെക്കട്ടെ മറന്നു അല്ലെങ്കിൽ, റിയാക്ഷൻ കോഷ്യൻ്റ് കുറവാണെങ്കിൽ തുടങ്ങുന്നേ ഉള്ളൂ ഇക്വേഷൻ അല്ലേ? ഇത് കുറവാണോന്നേ എനിക്ക് ഇങ്ങനെ ഓർക്കുന്നേ, അതറിയത്തുമില്ല. ഇത് ഒരെണ്ണം കൊണ്ട് ഒരെണ്ണം ഡിവൈഡ് ചെയ്യണം. അപ്പം കറക്റ്റ് ഒരു ടൈമിൽ വാല്യൂ ഓഫ് Kc കോൺസെൻട്രേഷൻ അതായത് തന്നിരിക്കുന്നത്. അപ്പം കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ഇനി ഒരു ടൈമിൽ ഇത് ഇത്രയാണ്, അപ്പം അത് ഡിവൈഡ് ബൈ ചെയ്യണ്ടേ അല്ലേ? ടൈം കാരണം എനിക്ക് എൻ്റെ ഫീലിംഗ് അങ്ങനെ വരുന്നത്, ടൈം ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പം ടൈം കൂടുതൽ നടന്നിട്ടുണ്ടെങ്കിൽ ചെറുത് വരും, കുറവ് നടന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ നടന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ വരും, അല്ലെങ്കിൽ ചെറുത് വരും അല്ലേ? അപ്പോൾ രണ്ടാമത്തെ കൊടുത്തേക്കുന്ന 3 × 10⁻⁴ ഡിവൈഡ് ബൈ ഇത് ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടുമല്ലോ. ഒരു ആൻസർ കിട്ടുമ്പം എന്നെ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചെയ്യണോ? ശരി, ഒരു ആൻസർ കിട്ടിയെന്ന് വിചാരിക്കാം. എനിക്ക് തോന്നുന്നു ഇത് കട്ടായി പോകുമെന്ന് തോന്നുന്നു. നമുക്ക് ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കാം, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അവിടെ കാൽക്കുലേറ്റർ, കോപ്പ് നഖത്തിൻ്റെ ഇടയിൽ എന്ത് കുത്തിക്കയറി. എൻ്റെ പൊന്നയുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എടുത്ത് കണ്ണാടി പൊടി പിടിച്ച് ഇവിടെ കിടപ്പുണ്ട്. ഓണായി. 3 × കാണാവോ? 3 × 10 ബ്രാക്കറ്റ് ഇടണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. 3 × 10⁻⁴ divided by 2 × എൻ്റെ പൊന്നടാവേ, ഇങ്ങനെ വരാൻ പാടില്ല. ഇത് തെറ്റാന്ന് തോന്നി. ഓക്കെ, നമുക്കിത് ബുദ്ധിപരമായിട്ട് ചെയ്ത് നോക്കാം. 3 / 2 എന്താണ് ബ്രാക്കറ്റ് നോക്കാം.
15 ഇങ്ങനൊന്നും വരല്ലാത്തതാണല്ലോ. എന്തോ ഒരു സാധനം കിട്ടുന്നുണ്ട്, അതെടുത്തിട്ട് എഴുതി വെക്കുക. സോ ഇത് കറക്കി കുത്താണ്. അണ്ടർസ്റ്റാൻഡ് ദിസ് റിയാക്ഷൻ ഈസ് ഫോർവേഡ് എന്ന് എഴുതി വെക്കുക. ബിക്കോസ് ഇറ്റ്സ് ഓൺലി starting and loads of time is left. അങ്ങനെ എഴുതുന്നു. loads of time is left അങ്ങനെ എഴുതിയില്ലേ. ഡിവൈഡ് ചെയ്തു. വേറെ എന്തൊക്കെ 2 മാർക്കുകൾ എഴുതി. ഇതിൻ്റെ 2 മാർക്കുകളൊക്കെ എഴുതി കാൽക്കുലേഷൻ ചെയ്തു, ആൻസർ എഴുതി. അത്രേ ഉള്ളൂ. 1 2 എഴുതി. ഇവിടെ 28ൻ്റെ നമ്മൾ 28 ചെയ്തില്ലേ? 28 എനിക്ക് അറിയാമെന്നല്ലോ. 29 അല്ലേ? 29. അവിടെ 29ൻ്റെ 27 നമ്മൾ ചെയ്തു. ഹൈസൻബർഗ് തിയറി എഴുതി, പ്രോബ്ലം ചെയ്തു. 28 അറിയത്തില്ല, 29 ഹേസസ് ലോഡ് എഴുതി. 29ൻ്റെ രണ്ടാമത് ചെയ്തില്ല, അപ്പം രണ്ടാമത് ചെയ്യാം. ആദ്യം എന്നെ നമ്മൾ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ എന്നയുടെ അതേപടി കോപ്പി അടിച്ചിരുന്നു. 2Na plus Cl2 gives 2NaCl. ഇത് സോളിഡ്, ഇങ്ങനെ സോളിഡ് എന്നിരുന്നു, ഗ്യാസ് എന്നിരുന്നു, ഗ്യാസ് എന്നിരുന്നു. ഓക്കെ, ഇത് ഗ്യാസ് ആവുന്നു, ഇത് ഗ്യാസ് ആവുന്നു. സോളിഡ് ഗ്യാസ് ആണ്. സബ്ലിമേഷൻ എൻതാൽപ്പി ഫുൾ എഴുതണേ. സബ്ലിമേഷൻ എൻതാൽപ്പി ഗ്യാസായി. അപ്പം Na ഗ്യാസ്. ഇനി ഇത് അയൺ ആവുന്നു, Na പ്ലസ്. അയണൈസേഷൻ എൻതാൽപ്പിയാന്ന് തോന്നുന്നു. എൻതാൽപ്പി പിന്നെ ഇതും അതേപോലെ അയൺ ആകുന്നു, Cl മൈനസ്. അയണൈസേഷൻ എൻതാൽപ്പി ഇവിടെ നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഇത് രണ്ടും പോയി ലാറ്റിസ് എൻതാൽപ്പി ഡെൽറ്റ ലാറ്റിസ് H കഴിഞ്ഞില്ലേ. 27 എഴുതി, 29 എഴുതി, 1 2 30 എഴുതി, 1 2. ഇനി 31 1 2 3 4 4 എഴുതി. 1 2 3 4 5 5 ഉണ്ട്. 4 എഴുതണം. 1 2 3 4 അല്ലല്ല, ഇത് അത് തന്നെ അല്ലേ. ഇനി ഈ ഒരെണ്ണം എഴുതിയാൽ മതി. ഇപ്പോൾ സമയം ചോദിക്കുന്നവർക്ക് 12:34 കോപ്പ്. 51 മിനിറ്റായി വീഡിയോ. 51 മിനിറ്റും 20 സെക്കൻഡ് 21 സെക്കൻഡ് അങ്ങനെ. 3 ഡിറ്റക്ഷൻ ഓഫ് NaCl ആൻഡ് ബിയർ. ക്ലോറിൻ ബ്രോമിൻ, ക്ലോറിൻ ബ്രോമിൻ അയോഡിൻ. നൈട്രജൻ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് വെച്ച് ആദ്യം നമ്മൾ എഴുതുന്നു
ലസൈൻസ് റിയേജൻറ്റ് ലസൈൻസ് അത്ര എഴുതിയാൽ മതി. ഈസ് ബോയിൽഡ് വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട് എന്നെഴുതുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതിലെന്തൊക്കെയോ ചെയ്യും, എല്ലാം ഞാൻ മറന്നുപോയി, ഒന്ന് ഓർക്കട്ടെ. ഇതിലോട്ട് ഇനി സോഡിയം ബോയിൽ ചെയ്ത് കഴിഞ്ഞ് എന്നാടാ ചെയ്യുന്നത്? ഫിൽട്ടർ. ഇറ്റ് ഈസ് ഫിൽറ്റേഡ്. പിന്നെ വേറെന്തോ ഒന്ന് ഞാൻ മറന്നുപോയി. നൈട്രജൻ കാണാൻ വേണ്ടി ഒബ്സർവേഷൻ. പ്രഷ്യൻ ബ്ലൂ ആണെന്ന് എനിക്കറിയാം. FeSO4 ഫെറസൾഫേറ്റ്, സൾഫ്യൂരിക് ആസിഡ്. H2SO4 ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. അപ്പം പ്രഷ്യൻ ബ്ലൂ. ഇത് നിങ്ങൾ വേർഡ്സിൽ എഴുതണേ, ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് സൾഫർ. ഇത് നൈട്രജൻ. സൾഫറിൻ്റെ ഉള്ളത് ലെഡ് അസിറ്റേറ്റും അസറ്റിക് ആസിഡും വരുമ്പോൾ ഒബ്സർവേഷൻ എന്ത് വരും? ബ്ലാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒന്നാമത്തേന് വേറെ എന്തോ ആയിരുന്നു, ഇതിൻ്റെ ബ്ലാക്ക് ആയിരിക്കും അതോ എന്തോ. അത് കഴിഞ്ഞ് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിനാണെന്ന് തോന്നുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഒരേ സാധനം ഇട്ട് കൊടുക്കുന്നു. കാരണം സിൽവർ നൈട്രേറ്റ്, ഞാൻ ഇത് ഓർത്ത് വെച്ചാൽ പറയും, സിൽവറിന് ഭയങ്കര വില കൂടുതലല്ലേ. അപ്പോൾ സിൽവർ എല്ലാ പണി നടത്തും. സിൽവർ നൈട്രേറ്റും വേറെ നൈട്രേറ്റും കൂടെ തന്നെ തുടങ്ങുന്ന നൈട്രിക് ആസിഡും ഇത് തന്നെ. അപ്പം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, പെയിൽ യെല്ലോ, ഇതെന്തായാലും ശരിയായിരിക്കും. ഇത് മാറിപ്പോയ ചാൻസ് ഉണ്ട്, എനിക്ക് അത്ര ഉറപ്പില്ല. ഇതിൽ മൈൽഡ്ലി സോല്യൂബിൾ. ഇതാണോ നല്ലപോലെ സോല്യൂബിൾ? ഇത് സോല്യൂബിൾ അല്ലെന്ന് തോന്നുന്നു. നോട്ട് സോല്യൂബിൾ. ഇത് സോല്യൂബിൾ അല്ല. അപ്പോൾ സോല്യൂബിൾ എടുത്തായിരിക്കും നല്ലത്. ഏതിലോ ഒന്ന് സോല്യൂബിളാണ് എഴുതണ്ട, ഇത് മാത്രം വിട്ടേര്. അല്ല, ഇതും എഴുതാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കുഴപ്പമില്ല. അപ്പം അത്രേ ഉള്ളൂ. ഇത്ര എഴുതി, പിന്നെ ഇനി ഇതെഴുതി, ഈ നൈട്രജൻ എഴുതി, ഫെറസ്. ഇതിൻ്റെ ഇക്വേഷനും കൂടെ എഴുതുവാണ് കറക്റ്റായിരുന്നു. പക്ഷേ ഇക്വേഷനിങ് ബാലൻസിങ് അറിയില്ല. നോക്കാം നമുക്ക്. ഇല്ല, ബാലൻസിങ് അറിയത്തില്ല, തെറ്റിപ്പോവും. അപ്പം ഇത് തന്നെ സെൻറ്റൻസിലങ്ങ് എഴുതി വെച്ചു. ഇത്തരം വരെ 4 മാർക്കിന്. ഇക്വേഷൻ അറിഞ്ഞൂടാ. അപ്പോൾ അത്രേ ഉള്ളൂ. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ തീർത്താൻ തോന്നുന്നു. ഒന്ന് നോക്കാം. 31 ചെയ്തു, 30ൻ്റെ 1 ചെയ്തു, ഹെറ്ററോജെനിറ്റി ചെയ്തു, 30ൻ്റെ 1 ചെയ്തു, 2 ചെയ്തു, 1 ചെയ്തു, എക്സാമ്പിൾ കൊടുത്തു, 2 ചെയ്തു, പ്രോബ്ലമാണ്. ഇനിയും 28 അറിയത്തില്ല, 29, 29ൻ്റെ 1 ചെയ്തു, 29 2 ചെയ്തു, 29ൻ്റെ 1 പറയുന്നത് ഹെസസ് ലോ ആണെന്ന് അതിൽ വരച്ചു. എൻ്റെ ബോൺ ഹേബർ സൈക്കിൾ എഴുതി. പിന്നെ 27 സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, സിഗ്നിഫിക്കൻസ് എഴുതി. പിന്നെ 27ൻ്റെ 2 ചെയ്തു, 27 2 ചെയ്തു. അപ്പോൾ 4 ആയെന്ന് തോന്നുന്നു. 1 2 3 4. ഇതിൽ 4 ഇനി ഇപ്പുറത്ത് നമ്മൾ ഏതൊക്കെ ചെയ്തു? മൾട്ടിപ്പിൾ റിവേർഷൻ ചെയ്തു. ഒരു എക്സാമ്പിൾ കൊടുത്തു. 1 2 3 4 5 6 7 8 ചെയ്തു. അത്രേ ഉള്ളൂ. ഇനി 1 2 3 4 എല്ലാം നമ്മൾ
ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തേലും ഉണ്ടേ പറഞ്ഞാൽ മതി. ഇത് ഞാൻ ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം, അല്ല നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തിട്ടാലും മതി എത്ര മാർക്ക് വരുമെന്ന്. ഏതൊരു ടീച്ചറിനെ അയക്കുന്നുണ്ട് അയച്ചു കൊടുത്തോ. ഓക്കെ.